അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? അയില മുളകിട്ടതാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒരു 100 ഗ്രാമോളം ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നീളമായി അരിഞ്ഞ 2 പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 2 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി അങ്ങോട്ട് പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്ന വരയ്ക്ക് അങ്ങ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് 2 മിനിറ്റോളം തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ അയിലമീനുണ്ടല്ലോ, അവനെ അങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ലേശം കറിവേപ്പിലയും ഇട്ട് ഇറക്കി വെക്കാവുന്നു.